ഇപ്രാവശ്യത്തെ പുസ്തകമേള ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പുസ്തകമേള ഞങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി ഇരിക്കുന്ന പുസ്തകങ്ങളെ അക്ഷരങ്ങളെല്ലാം സാക്ഷി നിർത്തി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇരുട്ട് നിറഞ്ഞ കേരളത്തിൻ്റെ മുറ്റത്ത് കൊളുത്തി വെച്ച വിളക്കാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിന് മുൻപ് കേരളത്തിലുണ്ടായിരുന്നത് സാംസ്കാരികമായ വൈജ്ഞാനികമായ ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിനെ അകറ്റിയത് ഗ്രന്ഥശാല പ്രസ്ഥാനമാണ്. ഗ്രന്ഥശാല പ്രസ്ഥാനം എവിടെ നിന്നാണ് ഈ വെളിച്ചം സ്വീകരിച്ചത്? വെളിച്ചം സ്വീകരിച്ചത് ഒരു ലൈബ്രറിയിലും പ്രത്യേകിച്ച് മെമ്പർഷിപ്പ് ഇല്ലാതിരുന്ന ഒരാളടക്കമുള്ള ആളുകളുടെ വലിയ പ്രവർത്തനം കണ്ടുപിടിച്ചിട്ടാണ്. ആരായിരുന്നു ആ മനുഷ്യൻ? ആ മനുഷ്യൻ നാരായണ ഗുരുവായിരുന്നു. നാരായണ ഗുരുവിൻ്റെ കാലത്ത് കേരളത്തിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറി, ഇന്നും കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന ലൈബ്രറി. ഈ ലൈബ്രറിയിൽ നാരായണ ഗുരുവിന് പ്രവേശനം ഇല്ലായിരുന്നു. ഈ ലൈബ്രറിയുടെ ആരംഭകാലത്ത് സ്വാതി തിരുനാളാണ്, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ ലൈബ്രറി ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ ആരംഭകാലത്ത് ആ ലൈബ്രറിയിൽ പ്രവേശനം ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾക്കും ബ്രിട്ടീഷ് പ്രതിനിധിയായിട്ട്, ബ്രിട്ടൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്ന ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമായിരുന്നു. വേറെ ആർക്കും തന്നെ ആ ലൈബ്രറിയിൽ പ്രവേശനമില്ലായിരുന്നു. ആ ലൈബ്രറിയിൽ നിന്ന് മാത്രമല്ല, ആ ലൈബ്രറി നിൽക്കുന്ന അവിടെയുള്ള അതിൻ്റെ മുന്നിലുള്ള ഇന്ന് എം ജി റോഡ്, മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള റോഡിൽ പോലും അന്ന് ആർക്കും പ്രവേശനം ഇല്ലായിരുന്നു. ആ ലൈബ്രറിയിൽ പ്രവേശിക്കാതെയാണ് നാരായണ ഗുരു ലോകത്തിൻ്റെ തത്വങ്ങളും അടിസ്ഥാന തത്വങ്ങളും മനസ്സിലാക്കിയത്. 3 ഭാഷകൾ അദ്ദേഹം എഴുതാനും വായിക്കാനും പഠിച്ചു. 3 ഭാഷകളിൽ അദ്ദേഹം കവിതകൾ എഴുതി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം കവിതകളിലൂടെയാണ് പുറത്തേക്ക് വന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജാതി നിർണയം എന്ന കവിതയാണ്. അതുപോലെ അദ്ദേഹം അരുവിപ്പുറത്ത് എഴുതി വെച്ചതും കവിതയാണ്. ജാതിഭേദം, മതദ്വേഷം ഭേദമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത് എന്ന്, ഇനി എന്തെങ്കിലും വരാൻ പോകുന്ന ഒരു കേരളം അങ്ങനെ ആയിരിക്കണം എന്നുള്ള പ്രത്യാശയോട് കൂടി നാരായണ ഗുരു എഴുതി വെച്ചതും പദ്യത്തിലാണ്, കവിതയിലാണ്. സംസ്കൃതത്തിൽ നന്നായിട്ട് എഴുതാനും വായിക്കാനും, വായിച്ചു മനസ്സിലാക്കാനും പഠിക്കാനും പറഞ്ഞു കൊടുക്കാനും എല്ലാം കഴിവുണ്ടായിരുന്ന ആളായിരുന്നു നാരായണ ഗുരു. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് അറിയാമോ എന്ന് നാരായണ ഗുരുവിനോട് ഗാന്ധി ചോദിച്ചപ്പോൾ ഗാന്ധിയോട് തിരിച്ച് സംസ്കൃതം അറിയാമോ എന്ന് നാരായണ ഗുരു ചോദിച്ചത്. തമിഴ് ഭാഷ അദ്ദേഹം നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചെന്ന് മാത്രമല്ല, തിരുക്കുറളിലെ കുറേ ഭാഗങ്ങൾ നാരായണ ഗുരു മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് വഴങ്ങുന്നത് എൻ്റെയും നിങ്ങളുടെയും മാതൃഭാഷയായിട്ടുള്ള അമ്മ മലയാളം. ഈ മലയാള ഭാഷയിലും തമിഴിലും സംസ്കൃതത്തിലുമായി അദ്ദേഹം എഴുതി വച്ചിട്ടുള്ള പദ്യരൂപേണയുള്ള കവിതയുടെ രൂപത്തിലുള്ള പുരോഗമനാശയങ്ങളാണ് കേരളത്തിനെ മുന്നോട്ട് നടത്തിച്ചത്. അദ്ദേഹം മാത്രമല്ല, കവിതകളിലൂടെ പിന്നീട് മലയാളികളോട് സംസാരിച്ചു. പിന്നീടും അതിന് മുൻപും അയ്യ വൈകുണ്ഠർ കവിതയിലൂടെ മലയാളികളോട് സംസാരിച്ചു. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി കവിതകളിലൂടെ മലയാളികളോട് സംസാരിച്ചു. സഹോദരൻ അയ്യപ്പൻ കവിതകളിലൂടെ മലയാളികളോട് സംസാരിച്ചു. പൊയ്കലപ്പച്ചൻ കവിതയിലൂടെ മലയാളികളോട് സംസാരിച്ചു. പണ്ഡിറ്റ് കെ പി കറുപ്പൻ കവിതകളിലൂടെ മലയാളികളോട് സംസാരിച്ചു. അയ്യങ്കാളി ഒഴിച്ച് വേറെ എല്ലാ സമുന്നതരായ നവോത്ഥാന നായകന്മാരും കവിതയിലൂടെയാണ്, പദ്യത്തിലൂടെയാണ് മലയാളികളോട് സംസാരിച്ചത്. ഇവരുടെ ആശയങ്ങളുടെ തുടർച്ച പിന്നീട് ആരാണ് കേരളത്തിൽ സഫലമായി കൊണ്ടു നടന്നത്? കേരളത്തിലെ ഗ്രന്ഥശാലകളാണ്. ഗ്രന്ഥശാലകൾ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ആശയം എന്താണ്? വായിക്കുക എന്നുള്ളത് മാത്രമല്ല, വായനയിലൂടെ നിങ്ങൾ എന്താണ് ഗ്രഹിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. വായനയിലൂടെ നിങ്ങൾ മനുഷ്യരാകണം എന്നാണ് ഗ്രന്ഥശാല ജനങ്ങളോട് പറഞ്ഞത്. വായിക്കാൻ പാടില്ല എന്ന ആളോട് പറഞ്ഞത് ആരാണ്? വായിക്കാൻ പാടില്ല എന്ന ആളോട് പറഞ്ഞത് അക്കാലത്തെ മതങ്ങളാണ്. എല്ലാ മതങ്ങളും ഇതിനകത്ത് ഒരുപോലെ കുറ്റവാളികളാണ്.
അല്പമെങ്കിലും മനുഷ്യനെ വായിക്കാൻ പഠിപ്പിച്ചത് മിഷണറി പ്രവർത്തനത്തിന് വന്ന ആൾക്കാർ മാത്രമാണ്. മെറ്റീരിയലിനെ പോലെ ഗുണ്ടറ്റിനെ പോലെയുള്ള ആൾക്കാരാണ് കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാൻ മുന്നിട്ട് ഇറങ്ങിയത്. അതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മതവും നമ്മളെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, പഠിക്കരുതെന്ന് പറയുകയും ചെയ്തു. സ്ത്രീകൾ എന്നൊരു കാരണവശാലും അക്ഷരം പഠിപ്പിക്കാനേ പാടില്ല. പക്ഷേ അക്ഷരം പഠിച്ച നമ്മളുടെ അമ്മമാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പുരാണ പാരായണം നടത്തുന്നത്. രാമന്റെ ജന്മദേശമായ അയോധ്യയിലൂടെ സഞ്ചരിച്ചാൽ ഒരൊറ്റ സ്ത്രീയുടെയും ശബ്ദത്തിൽ രാമായണ പാരായണം നടത്തുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല. കേരളത്തിൽ മാത്രമാണ് അത് സംഭവിക്കുന്നത്. കേരളത്തിൻ്റെ സാക്ഷരത ആ രീതിയിലാണ്. നമ്മൾ അമ്മമാരെയും സഹോദരിമാരെയും എല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തു. മതാതീത മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു കേരളത്തിലെ ഗ്രന്ഥശാലകൾ നടത്തിയിരുന്നത്. ഗ്രന്ഥശാലകൾ വാസ്തവത്തിൽ എല്ലാ മനുഷ്യരോടും പറഞ്ഞത് നമ്മൾ മനുഷ്യരാണ്, മനുഷ്യരാണ് നമ്മളേവരും. നമ്മളെ സിരകളിലോടുന്നത് എന്താണ്? മനുഷ്യന്റെ രക്തമാണ്. മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യ രക്തമാണ് സിരകളിൽ, മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യ രക്തമാണ് സിരകളിൽ, മനുഷ്യരായി കഴിഞ്ഞുകൂടുവാൻ മതവിമുക്ത രമ്യ കേരളം, മനുഷ്യരായി കഴിഞ്ഞുകൂടുവാൻ മതവിമുക്ത രമ്യ കേരളം, കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം, മതവിമുക്ത രമ്യ കേരളം. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞത് ആരാണ്? മതങ്ങളാണ് പറഞ്ഞത്. സഹോദരൻ അയ്യപ്പൻ്റെ പന്തി ഭോജനത്തിന് ശേഷമാണ് മലയാളത്തിൽ ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പോലും സാധിച്ചത്. അതുകൊണ്ട് ജാതികൾ മനുഷ്യന്റെ ശത്രുക്കളാണ് എന്നുള്ള നവോത്ഥാന നായകരുടെ ഈ വലിയ പ്രമാണത്തെ സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിച്ചത് കേരളത്തിലെ ഇന്നും പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളാണ്. ജാതികൾ മതങ്ങളൊക്കെയും സ്നേഹരഹിത നീചരീതികൾ, ജാതികൾ മതങ്ങളൊക്കെയും സ്നേഹരഹിത നീചരീതികൾ, സ്നേഹമായി ഏറ്റു നിൽക്കുവാൻ മതവിമുക്ത ധന്യ കേരളം. പരസ്പരം ശത്രുക്കളല്ലാതെ കഴിഞ്ഞുകൂടണം. അതിൻ്റെ ഏറ്റവും നല്ല മാർഗം വായനയാണ്. വായിക്കുമ്പോൾ നിങ്ങൾക്ക് സാഹോദര്യം എന്താണെന്ന് മനസ്സിലാകും. മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യ രക്തമാണ് സിരകളിൽ. എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? അതും ഈ പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിലൂടെ സാംസ്കാരിക നായകന്മാരുടെ, നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞു. നാരായണ ഗുരു അടക്കമുള്ള ആൾക്കാർ പറഞ്ഞു. നാരായണ ഗുരു ഒടുവിൽ പറഞ്ഞൊരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി നടത്തിയതെല്ലാം പാഴ്ചെലവായി പോയി, ഇനി വേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്നാണ് നാരായണ ഗുരു അവസാനം പറഞ്ഞത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല, അധ്വാനിക്കുന്ന മനസ്സിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ അധ്വാനമാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഈ നവോത്ഥാന നായകർ നമ്മളോട് പറഞ്ഞത്. യത്നമാണ് ജീവനം ധനം, ഏതു യജ്ഞവും മഹത്തരം, നന്മയാണ് മുദ്രവാചകം, നന്മയാണ് മുദ്രവാചകം, മതവിമുക്ത നവ്യ കേരളം, മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യ രക്തമാണ് സിരകളിൽ, മനുഷ്യരായി കഴിഞ്ഞുകൂടുവാൻ മതവിമുക്ത രമ്യ കേരളം, മനുഷ്യരായി കഴിഞ്ഞുകൂടുവാൻ മതവിമുക്ത രമ്യ കേരളം. മനുഷ്യനെന്ന ഒരു വലിയ സവിശേഷതയെ മതങ്ങൾക്കുപരിയായി സ്നേഹത്തിൻ്റെ തണൽ നിലനിർത്തിക്കൊണ്ട് പോകണം. ഇതാണ് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് എന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം.